നമ്മൾ ബോണറ്റിൻ്റെ തീയിട്ടേക്കുവാണ്. അപ്പോൾ ഏതാണ്ട് ബോട്ടിലിട്ട് അടിക്കാനായിട്ടാണ് പ്ലാന്. അപ്പോൾ ഏതാണ്ട് ഓക്കെ. പൂച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വളർത്തുന്നതിൽ ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള പെറ്റാണെന്നാണ് പറയുന്നത്. അപ്പം അതെന്തും ആയിക്കോട്ടെ, അതിൽ പല ആൾക്കാർക്ക് പല പല ഒപ്പീനിയൻസ് ഒക്കെ കാണും. ഈ പൂച്ചയും നമ്മുടെ ക്യൂനോൺ വീൽസുമായിട്ട് എന്താണ് ബന്ധം? അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ വാഹനങ്ങളും വൃത്തിയായിട്ട്, അതായത് ഹൈജീനിക് ആയിട്ട് വെക്കുന്നതാണ് നമുക്കിഷ്ടം. അതാണ്ട് കണ്ടാലൊരു ഭംഗിയും അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ആളുടെ ഒരു റോഷോ എന്നാണ്. ഞാൻ ഇപ്പം നിൽക്കുന്നതും റോഷോ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ്. നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റ് ഫെയ്ഡ് ആവാതെയും പിന്നെ അത് സ്ക്രാച്ച് വീഴാതെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന പിടിച്ചൊരു പരിപാടിയാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റ് ഏതുമായിക്കോട്ടെ, ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ, ഈ ഒരു പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ 3 ലെയർ ആയിട്ടാണ് വരുന്നത്. അതായത് ഒരു പ്രൈമർ കോട്ട് കാണും, അതിൻ്റെ മേളിൽ ഏതാണോ കളർ ആ ഒരു കളർ കോട്ട് കാണും, ദെൻ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ക്ലിയർ കോട്ട് കാണും. ഈ ഒരു ക്ലിയർ കോട്ടാണ് നമുക്ക് ഈ കാണുന്ന ഒരു ഗ്ലേസിംഗ് ഒക്കെ നമ്മുടെ വാഹനത്തിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ലിയർ കോട്ട് കുറച്ചൊക്കെ UV പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കും. പക്ഷേ എന്നാലും ഈ ഒരു ലെയറിനൊരു അപാകതയുണ്ട്, ഒരു നെഗറ്റീവ് സൈഡുണ്ട്. കാരണം ഇതൊരു പോറസ് മെറ്റീരിയലാണ് ഇത് വരുന്നത്. അപ്പോൾ എന്താണ് പോറസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം. അതായത് ഇപ്പം നമ്മളൊരു വാൾ എടുക്കുന്നത്, അതൊരു കോൺക്രീറ്റ് വാൾ എടുത്താൽ നമ്മൾ അതിലേക്ക് എന്തെങ്കിലും ചായയോ കാപ്പിയോ ഒഴിച്ചാൽ അതവിടെ കറയായിട്ട് നിൽക്കും. അത് കറയായിട്ട് നിൽക്കാൻ കാരണം ഈ വോളിൽ ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചായ ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ അവിടെ ഒരു കറ അവശേഷിക്കുന്നത്. വാഹനത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചായക്കറ ഒന്നും നിൽക്കത്തില്ലെങ്കിലും നിൽക്കും. അതായത് ചെറിയ ചെറിയ പൊടികളൊക്കെ ആണെങ്കിൽ നിൽക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വാൾസിൻ്റെ കാര്യത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇതിൽ നമുക്ക് ശരിക്കും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പോർസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ ഹോൾസിൽ നിൽക്കാൻ കഴിയുന്ന പൊടികൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ അത്യാവശ്യം ഇതാണ്ട് പൊടിയും മണ്ണും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മരത്തിൻ്റെ കീഴിലൊക്കെ എന്നും വണ്ടി പാർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വേ ഡ്രോപ്പിങ്സ് വീഴും. അപ്പം നമ്മളത് കുറച്ചാളൊക്കെ എന്നെ കഴുകാതെ കൊണ്ടു നടന്നാൽ അതും ഒരു കറയായിട്ട് നിൽക്കും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു അസിഡിക് ആണ് ഈ ഒരു വേ ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരു റിയാക്ഷൻ അവിടെ പെയിൻറ്റ് വിട്ട് നടന്നിട്ട് അത് കറയായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ചിലരുണ്ട്, അവർ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും pH വാല്യൂ ഒന്നും നോക്കത്തില്ല. അതുപോലെ തന്നെ മഴ കൂടുതലായിട്ട് കൊണ്ടാൽ അതുപോലെ തന്നെ എന്താണ് വെയിൽ കൂടുതലായിട്ട് കൊണ്ടാൽ അങ്ങനെ കുറേ രീതികളിൽ നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റ് ഫെയ്ഡാവും. പിന്നെ അതുപോലെ തന്നെ ഈ പൊടികളൊക്കെ കൂട്ടി തന്നെ ഇങ്ങനെ നമ്മൾ തുടയ്ക്കുമ്പോഴത്തേനും സ്ക്രാച്ച് വീഴും. പല രീതിയിൽ അങ്ങനെ നമുക്ക് വണ്ടിയുടെ കളർ ഫെയ്ഡാവും, സ്ക്രാച്ച് വീഴും. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഈ ഒരു പെയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ ടൈൽ ഒട്ടിക്കത്തില്ല. അപ്പോൾ ടൈൽ ഒട്ടിക്കുമ്പോഴത്തേനും നമ്മൾ ടൈൽ ഒട്ടിക്കുന്ന ആ ഒരു പോർഷനിൽ നല്ലപോലെ ഗ്രിപ്പ് കാണും. അവിടെ ആ ഗ്രിപ്പ് ഉള്ളതുകൊണ്ടാണ് ആ ടൈൽ പ്രോപ്പറായിട്ട് അവിടെ ഒട്ടുന്നത്. അതേസമയം നമ്മൾ അതിൻ്റെ വളരെ ആ ഒരു ഗ്ലേസിങ് ഉള്ള സൈഡ് എടുത്ത് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടത്തില്ല, മര്യാദയ്ക്ക് അത് ഒട്ടില്ല. കാരണം എന്താണ്? അത് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസ് ആണ്. സെയിം സംഭവമാണ് ഇവിടെയും. അതായത് ഇവിടുത്തെ പോർസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അടച്ചിട്ട് അവിടെ ഒരു ഗ്ലാസ് ലെയർ ഫോം ചെയ്യുന്നു. സോ അവിടെ ഒരു അഴുക്കുകൾ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്നൊരു സംഭവമാണ് ഇതെന്താണ് സംഭവം എന്ന്. പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പാർട്ണറായിട്ടുള്ള ജിതിൻ ചേട്ടൻ നമ്മുടെ കൂടെ വരുന്നുണ്ട്. ചേട്ടാ, ഇവിടെ ഒരു വണ്ടി നാനോ കോട്ടിങ്ങിനായിട്ട് വരുമ്പോഴത്തേന് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ പോകുന്നത്? ആദ്യം നമ്മൾ ഫുൾ വണ്ടി ഇൻസ്പെക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ വാഷിലേക്ക് എടുക്കും. ഡെമോയ്ക്ക് വേണ്ടി ഞാനൊരു ചെറിയൊരു ഏരിയ ഞാൻ കാണിച്ചു തരാം. അല്ലാണ്ട് വാഷ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെയല്ലല്ലോ? അല്ലല്ല, നമുക്കിവിടെ റാമ്പ് ഉണ്ട്. റാമ്പിൽ കയറ്റിയിട്ടാണ് വാഷ് ചെയ്യുന്നത്. ഓക്കെ, വാഷ് കഴിഞ്ഞു. ഇനി നമ്മൾ ക്ലേ ചെയ്യും. ഇങ്ങനെ ക്ലേ ചെയ്യുമ്പോഴത്തേനും ഇതിന്റെ സ്ക്രാച്ച് ഒക്കെ പോവും? സ്ക്രാച്ച് അല്ല, ഇതിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. മൈന്യൂട്ടായിട്ട് ഈ പറഞ്ഞ പോലെ മൈക്രോസ്കോപ്പിക് ആയിട്ട് കുറേ സാധനങ്ങൾ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ റബ്ബിങ്ങിലേക്ക് കിടക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ റബ്ബ് ചെയ്യാൻ പോകുന്ന ആ ഒരു റബ്ബിങ് കോമ്പൗണ്ട്. നമ്മുടെ ഒരു പേസ്റ്റിൻ്റെ ഒക്കെ ടൂത്ത് പേസ്റ്റിൻ്റെ ഏകദേശം അതുപോലത്തെ ഒരു ഇതാണ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇതുണ്ട് നോക്കി നമുക്ക് കാണാൻ പറ്റും. ചിലന്തിവല പോലെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ കഴുകുന്നതിലുള്ള പ്രശ്നം കൊണ്ടൊക്കെ വരുന്ന സ്ക്രാച്ചസ് ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ എന്താണ് സാൻഡ് പേപ്പർ, അതായത് നല്ല ഫൈനായിട്ടുള്ള സാൻഡ് പേപ്പർ ഇട്ടിട്ട് നമ്മൾ സർഫസ് ക്ലീൻ ചെയ്യില്ലേ, അതിലും വളരെ ഫൈനായിട്ടല്ലേ, അതിലുമൊക്കെ ഇരട്ടി ഫൈനായിട്ട് നമ്മൾ ഈ സ്ക്രാച്ചസിൻ്റെ ഒക്കെ ലെവലിൽ ഇതിങ്ങനെ റബ്ബ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കല്ലേ. അപ്പം ഇതിപ്പോൾ റാബിയോയുടെ ബ്രാൻഡാണല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ റാബിയോട് തന്നെ ഒരു പ്രഷർ വാഷർ വീട്ടിലുണ്ട്. ഓക്കെ, ചെയ്തു. അപ്പോൾ റബ്ബിങ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ചെറിയ ചെറിയ സ്ക്രാച്ച് ഒക്കെ പോയാലും ഡീപ്പ് സ്ക്രാച്ചസ് അങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ മാറ്റുക? നമുക്കതെല്ലാം ഡീപ്പാണ്. അപ്പോൾ ഏറ്റവും ഡീപ്പായത് നമുക്ക് ഇനി സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യും. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് 3000 പേപ്പറാണ്. പല തിക്നെസ്സുകളുണ്ട്, പല തിക്നെസ്, പല ടൈപ്പ്. ഇത് 3000 എന്ന് വെച്ചാൽ മൈൽഡായിട്ട് കട്ട് ചെയ്യാനാണ്. ചിലപ്പോൾ ഇതിലും ഡീപ്പായിട്ട് സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അതിലും കൂടിയ. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അടുത്തിടും. ഇതാണ്ട് കുറച്ചുകൂടെ മുമ്പത്തേക്കുള്ള ഗ്ലേസിംഗ് അങ്ങ് പോയില്ലേ, ആ ക്ലിയർ കോട്ട് ഇച്ചിരി കട്ടായി പോയതിൻ്റെ ആയിരിക്കും അല്ലേ? ഇതിപ്പോൾ ഈവൻ ആയിട്ട് കട്ടായിരിക്കുന്നതാണ്. ഓക്കെ.
എല്ലാ സ്ഥലത്തും ഒരേ കട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ആ സ്ക്രാച്ച് എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് മതിയോ? ഇനി ചെയ്യൂ? ഇനി നമ്മൾ റബ്ബ് ചെയ്യും. ഇനി ഫൈനൽ റബ്ബായിരിക്കും. സാൻഡ് പേപ്പർ ഇട്ടപ്പോ പോയ ആ ഒരു ഗ്ലേസിങ് ഏകദേശം കുറച്ചൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പൊ. നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. അതെ, ഇനി പോളിഷും കൂടെ ചെയ്യുമ്പോഴത്തേനും കുറച്ച് സെറ്റ് ആവില്ലേ? അപ്പൊ റബ്ബ് ചെയ്ത സർഫസ് നമ്മളിപ്പോ ഇതാണ്ട് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയത്തെ പോലെ തന്നെ ഒരു ഗ്ലേസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പോളിഷ് വെച്ചിട്ട് കൂടുമല്ലേ? പോളിഷ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു പാടും മാറിയിട്ടുണ്ട്. പിന്നെ ആ ഒരു പോളിഷിൻ്റെ കോമ്പൗണ്ടും ആക്കി നമ്മൾ പോളിഷ് നമ്മൾ ജസ്റ്റ് ഒരു തവണ ചെയ്യത്തുള്ളൂ, അതോ അതുണ്ട് പല പോളിഷിങ്? ഇത് ഒരു പോളിഷാണ്. ഇതിന്റെ അൾട്രാ ഫൈൻ എന്ന് പറഞ്ഞ ഒരു മോഡ് ഇതും കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫൈൻ രീതിയിലാണ് നമുക്ക് ഇനി ഔട്ട് വരിക. അതിനി ഒന്നും കൂടി അൾട്രാ ഫൈൻ ആക്കാനുള്ള ഒരു കോമ്പൗണ്ട് കൂടി ഉണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പോളിഷ് കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കുവാണ്. ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത് ചെയ്യും അല്ലേ? അടുത്ത പോളിഷ് അൾട്രാ ഫൈൻ. അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് പോളിഷിങ് തുടങ്ങിയിട്ടുണ്ട്. പാടും മാറി നമ്മുടെ ആ ഒരു അൾട്രാ ഫൈൻ പോളിഷിന്റെ കോമ്പൗണ്ടും ആക്കിയിട്ടുണ്ട്. അപ്പം പോളിഷിങ്ങിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ മെയിൻ കോട്ടിങ്ങിലോട്ടല്ലേ, നമ്മുടെ ഗ്രാഫിൻ കോട്ടിങ്ങിലോട്ട് പോകുന്നത്. അപ്പം നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഈ സെറാമിക് കോട്ടിങ്ങിൽ ഗ്രാഫിൻ കോട്ടിങ് വരുന്നതിന് മുന്നേ ഇത്രേ ഉള്ളൂ നമ്മുടെ കാർ ഡീറ്റെയിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ. അതായത് ഈ ഒരു ലെവലിൽ കൊണ്ടുവന്നിട്ട് നമ്മളോട് പറയും വണ്ടി എടുത്തിട്ട് പൊക്കുക. പക്ഷേ അപ്പോൾ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെയും കളർ കുറേ നാളാകുമ്പോൾ ഫെയ്ഡ് ആവും, സ്ക്രാച്ചസ് ഒക്കെ നല്ലോണം വീഴും. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ റബ്ബിങ്ങിന് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ റബ്ബ് ചെയ്യും. പ്രൊട്ടക്ഷൻ ആയിട്ടൊന്നുമില്ല, ഇപ്പം നമ്മൾ എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ഈ ഫൈൻ സ്റ്റേജ് നമ്മൾ കാലാകാലം നിലനിർത്താനായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിനൊരു ഷീൽഡ് കൊടുക്കും. ഇനി നമ്മൾ IP ചെയ്യണം. ഈ കോമ്പൗണ്ട് ചെയ്ത സംഭവത്തിൽ അതിന്റെ കണ്ടാമിനൻസ് ഒക്കെ ഇതെല്ലാം ഉണ്ടാവും. ഡീകണ്ടാമിനേറ്റ് ചെയ്യണം, അതായത് ഡീകണ്ടാമിനേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ പോളിഷ് ചെയ്ത കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ ഇതിന്റെ സർഫസിൽ ഉണ്ടാവും. അപ്പൊ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് വേണം കോട്ടിങ് ചെയ്യാനായിട്ട്. അതായത് ആ സർഫസിൽ ഒന്നും കാണില്ല, ഒരു സബ്സ്റ്റൻസും കാണാൻ പാടില്ല. നമ്മൾ അതിന്റെ ഒരു ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. നമ്മൾ നേരെ ഇതാണ്ട് ഒരു ഗ്രാഫീൻ കോട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ലിക്വിഡ് ഫോമിലാണ് വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു ബോട്ടിലിന്റെ വില ഏകദേശം ഇതിന് ഏകദേശം 10 രൂപ മേലെ വരും. നമുക്ക് ഏകദേശം 5000 തൊട്ട് 25,000 രൂപ വരെ ക്വാളിറ്റി ബേസ് ചെയ്തിരിക്കും അല്ലേ? ഓക്കെ, ഇനി അപ്ലൈ ചെയ്യുന്നത് നമ്മളൊരു ഫോമിലേക്ക് ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കണ്ട ഗ്രാഫിന്റെ ആ ഒരു ലിക്വിഡ് എടുത്തിട്ട് ഇപ്പൊ അത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്, കണ്ടോ? ഒരു സ്ക്വയർ പാറ്റേണിൽ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് തോന്നിയ പോലെ റബ്ബ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? ഒരു ഏരിയ പോലും വിട്ടുപോകരുത്. ഓക്കെ, ശരിക്കും ഈ ഒരു ഗ്രാഫീൻ കോട്ടിങ്ങിൽ സെറാമിക് കോട്ടിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇതിങ്ങനെ ഈ ഒരു പ്രൊട്ടക്ഷനിൽ ഷീൽഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ മെയിൻ കാര്യം നമ്മൾ പറഞ്ഞു ആ ഒരു ഗ്ലാസ് ലെയർ അവിടെ ഫോം ചെയ്യുന്നുണ്ടെന്ന്. ശരിക്കും ഇതിനകത്തൊക്കെ വരുന്ന അടങ്ങിയിരിക്കുന്ന സംഭവം എന്താണ്? ഇതില് സിലിക്കോൺ ഡയോക്സൈഡ് ആൻഡ് സോൾവെന്റ് ആണ് ഇതിൽ വരുന്നത്. അത് സെറാമിക്കിലാണ് വരുന്നത്. ഗ്രാഫൈനിൽ വരുമ്പോൾ 1 ആറ്റം തിക്കായിട്ട് വരും. അതായത് ഗ്രാഫൈൻ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലും കൂടി ഒരു ആറ്റം കൂടി ആഡ് ആവും. ഒരു ഹണി കോമിൽ നമുക്ക് ബോണ്ടിങ്, അതപ്പോൾ ഗ്രാഫൈൻ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബോണ്ടിങ് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വേറൊരു ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്യാണ്. അതാണ് ഇപ്പം നടക്കുന്ന പ്രോസസ്സ്. ഇനി വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വൈപ്പ് ഔട്ട് ചെയ്യുക. ഇനി അവസാനം ഒരു 3 മിനിറ്റ്സ് ക്യൂറിങ് കഴിഞ്ഞിട്ട് നമ്മളിത് വൈപ്പ് ഔട്ട് ചെയ്യും. ഇതുകൊണ്ട് നമ്മളതൊന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കളയാണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്കൊരു ഡെമോയെ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പം നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വണ്ടി ഗ്രാഫീൻ കോട്ടിങ്ങിന് കൊടുത്തിട്ട് ഇതാണ്ട് ഇന്ന് 3rd ഡേ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ്ട് നമ്മൾ എടുക്കാനായിട്ട് വന്നപ്പോൾ തന്നെ ഇതാണ്ട് വണ്ടി നല്ല സുന്ദരക്കുട്ടപ്പനാണെന്ന് ഞാൻ കണ്ടില്ല, ഇങ്ങനെ മൂടിയിട്ടേക്കാണ്. ഇതിനെ അൺവീൽ ചെയ്തിട്ടാണ് നമുക്ക് നോക്കാനായിട്ട് എങ്ങനെയായി ആ ഒരു ലുക്ക് മാറി നോക്കാന്ന് അറിയണ്ടേ. അപ്പം അൺവീൽ ചെയ്യാം. ശങ്കരേട്ടാ എങ്ങനെയുണ്ട്? 3 ദിവസം കഴിഞ്ഞ് കയ്യിലോട്ട് കിട്ടിയപ്പോൾ എന്നാ തോന്നുന്നു? അങ്ങോട്ട് തിരി എന്റെ വണ്ടി ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ അന്ന് കണ്ടായിരുന്നു ഒരു ഡെമോ കാണിച്ചപ്പോഴത്തേനും ഉണ്ടായിരുന്ന സ്ക്രാച്ച് ഒക്കെ പോയി. ഇപ്പൊ ഇതിന്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ആ ലുക്ക് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിപ്പം ഈ സ്ക്രാച്ച് ഒക്കെ ഇനിയും വേണമെങ്കിൽ വരാമല്ലോ. ഇതൊരു സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണെന്നല്ലോ ഉള്ളത്. അതെ അതെ, ഇതിപ്പോ നമ്മുടെ ഗ്രാഫൈൻ കോട്ടിംഗ് അല്ലെങ്കിൽ സെറാമിക് കോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. നമുക്ക് സ്ക്രാച്ച് പ്രൂഫിലേക്കൊക്കെ വരണമെങ്കിൽ നമുക്ക് PPF എന്ന് പറഞ്ഞ ഇതിലേക്ക് വരണം, പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം. അതെ അതെ. അപ്പൊ അതിന്റെ ഇച്ചിരി കോസ്റ്റ്ലി അല്ലേ? ആക്ച്വലി അത് നല്ല കോസ്റ്റ്ലി ആണ്. നമുക്കൊരു പ്രീമിയം ലെവലിലേക്കാണ് അത് പോവുക. അപ്പൊ സാധാരണക്കാരൻ അത് അഫോർഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധാരണക്കാരൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം മെയിൻ ആയിട്ട് സ്ക്രാച്ച് വരുന്ന ഏരിയകൾ മാത്രം കവർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഡോർ ഹാൻഡിൽ, അതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലുമൊക്കെ പില്ലർ ഇങ്ങനെ തുറക്കണ വഴിക്ക് ഇവിടെ ഇടിക്കാം. അപ്പം ഇവിടെ നമുക്ക് എഡ്ജസ് കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഡോർസ് പില്ലറിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ സാധാരണ സ്റ്റിക്കർ ഒക്കെ ഒട്ടിക്കുന്ന പോലത്തെ മെത്തേഡ് തന്നെയല്ലേ? മെത്തേഡാണ്, കുറച്ച് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതിൽ. ഇതിപ്പോ ഒരു വണ്ടി നമുക്ക് ഫുള്ള് PPF ഒട്ടിക്കണമെങ്കിൽ എന്നാ റേറ്റ് ആവും?
നമുക്കൊരു 60-70 രൂപയ്ക്ക് സ്റ്റാർട്ട് ആവും ഫുള്ള് ചെയ്യാൻ. ഇതിനിപ്പോൾ എത്ര വാറണ്ടി കിട്ടും? നമുക്കിതിനിപ്പോൾ 5 വർഷത്തെ വാറണ്ടിയാണ് വരുന്നത്. ഓക്കെ, 5 വർഷത്തെ വാറണ്ടി കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എഡ്ജ് ഒട്ടിക്കാൻ പോകുന്നില്ല ഡോറിൻ്റെ. ഓക്കെ, നമ്മൾ എത്ര ഏരിയ വരുന്നുണ്ട് അകത്തേക്ക്? ഇത് നിൽക്കുന്നത്ര നമ്മൾ ഇല്ല, നമുക്ക് ആക്ച്വലി നമ്മൾ ഈ ഏരിയ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോൾ അവിടെ ഒട്ടിച്ചില്ല PPF. അപ്പോൾ ആ ഒരു ഫിലിമിന് എത്രമാത്രം ഈ ഒരു സ്ക്രാച്ച് പ്രൂഫ് ആണെന്ന് നോക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് അടിക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബോണറ്റിൽ ഈ ഒരു ചെറിയ പോർഷനിൽ ഒന്ന് ആ PPF ഒട്ടിച്ചിട്ട് നമ്മൾ ലൈവ് ടെസ്റ്റിങ് ജസ്റ്റ് ഒരു കല്ലെടുത്തിട്ട് ഉരയ്ക്കുവാണ്. അപ്പോൾ ഇത് ഉരച്ചിട്ട് ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലോണം പോറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫിലിം നമുക്ക് പറിക്കാം. നോക്കുക, ആ ഫിലിം പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിലോട്ട് ഡയറക്റ്റ് നമ്മുടെ കാറിൻ്റെ ബോഡിയിലോട്ട് സ്ക്രാച്ചസ് ഒന്നും വീണിട്ടില്ല. അപ്പം അതാണ് നമ്മൾ ഈ ഒരു PPF ഒട്ടിച്ചാലുള്ള ഗുണം. അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട് വരുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഓഫർ കൊടുക്കാനായിട്ട് പറ്റുമോ? തീർച്ചയായും നമുക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നമുക്ക് മിനിമലായിട്ട് PPF, അതായത് ഇപ്പോൾ ഡോർ ഹാൻഡിൽ, ഡോർ എഡ്ജസ്, ഫുഡ് ഏരിയ, പിന്നെ നമ്മുടെ മീഡിയ പ്ലെയർ വരുന്നുണ്ട്, അവിടെ നമുക്ക് PPF ഒട്ടിച്ച് കൊടുക്കാം. ഈ നാനോ കോട്ടിങ്ങിന്റെ കൂടെ അല്ലാതെ PPF തന്നെ ചെയ്യാൻ വരുന്ന ആളാണെങ്കിൽ നമുക്കൊരു 20% ഓഫ് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത്രയും ഓഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നാനോ കോട്ടിങ് ആണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ PPF ആണെന്നുണ്ടെങ്കിലും ഇത്ര ഓഫർ ഇവിടെ ഉണ്ട്. ചെയ്തതിന് ശേഷം ഇത്രയും കാശ് കൊടുക്കുക ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ കെയർ എങ്ങനെയായിരിക്കും? നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. വാഷ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡസ്റ്റ് ഡ്രൈ ആണ്, പൊടി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ജോപ്പാസ് എന്നൊരു സംഭവമുണ്ട്. ഞാൻ ഒരു ഡസ്റ്റ് റിമൂവർ ആണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 80% ക്ലീൻ ആയി കിട്ടും. അപ്പോൾ നമുക്ക് വാഷുകളുടെ എണ്ണം കുറയ്ക്കാം, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഷാമ്പൂ മാക്സിമം വാഷിന്റെ എണ്ണം കുറയ്ക്കാം. അതെ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ pH വാല്യൂ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പൂ, നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, നമ്മുടെ ഷാമ്പൂവിന്റെ pH വാല്യൂ ചെക്ക് ചെയ്യുക. അതായത് നമുക്ക് നമ്മുടെ കോട്ടിങ് ഏകദേശം 13 pH വാല്യൂ 13 വരെ പ്രൊട്ടക്റ്റഡ് ആണ്. അതിന് മേലെ ചെയ്യുമ്പോൾ നമുക്ക് വാറണ്ടി, അതായത് 1 ഇയർ ലോങ് ലാസ്റ്റിംഗ് കിട്ടും. പക്ഷേ അതിൻ്റെ ലോങ് ലാസ്റ്റ് ഇനിയും കൂട്ടാൻ വേണ്ടി നമ്മൾ ആ ഒരു pH വാല്യൂ ശ്രദ്ധിക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? വേറെ ശ്രദ്ധിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. അടുത്തൊരു ലൈവ് ടെസ്റ്റിന് പോവാണ്. നമ്മൾ നമ്മുടെ ബോണറ്റിന്റെ മേൽവശം കത്തിക്കാനായിട്ട് പോകണം. അതും പെട്രോൾ ഒഴിച്ച് ഇത് കത്തിക്കാൻ പോകണം. കത്തിച്ചു. അപ്പോൾ ഇതാണ്ട് ലൈവായിട്ട് നമ്മൾ ബോണറ്റിന്റെ തീ ഇട്ടേക്കുവാണ്. ഇനിയിപ്പം നമുക്ക് നോക്കാം തീ കെട്ട് കഴിയുമ്പോഴത്തേന് എന്താണ് നമ്മുടെ ആ ഒരു തീയിട്ട സ്ഥലത്തെ എഫക്റ്റ് എന്നും കൂടെ നമുക്ക് നോക്കണം. ഇതാണ്ട് തീ ജസ്റ്റ് കെട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുടയ്ക്കാം അല്ലേ? തുടച്ചിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമായോ, പെയിൻറ്റ് ഫെയ്ഡായോ, ഇപ്പോൾ ഉള്ള ഗ്ലോ പോയോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു പ്രശ്നമില്ല. അതായത് ഇവിടെയാണ് കത്തിച്ചത്, ഇങ്ങോട്ടും കൂടെ നോക്കുകയാണെന്നുള്ള ജസ്റ്റ് ഒരു ചൂടുണ്ടെന്നല്ലാതെ ഒരു മാറ്റവും ഇല്ല. ഗ്രാഫീൻ കോട്ടിങ് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ പ്രൂവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഏതാണ്ട് ബോട്ടിലിട്ട് അടിക്കാനായിട്ടാണ് പ്ലാന്. അപ്പോൾ ഏതാണ്ട് ഓക്കെ, ബോട്ടിലിട്ട് അടിച്ചടിച്ചടിച്ച ഓക്കെ. ഇപ്പം നോക്കിയാൽ സ്ക്രാച്ച് വീണ പോലൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് കൈ വന്നിട്ട് ഞാൻ തൂത്തറിഞ്ഞപ്പോൾ തന്നെ ഒന്നുമില്ല ഇവിടെ. ജസ്റ്റ് ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പിൽ നിന്ന് വന്ന ആ തരിയല്ലാതെ ഒരു സ്ക്രാച്ച് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഗ്രാഫീൻ കോട്ടിങ്ങിൻ്റെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് ഒരു 1 മാസത്തിൽ 2 മാസത്തിനുള്ളിൽ നമ്മളൊരു ഫോളോ അപ്പ് വീഡിയോ കൂടെ, അതൊരു കസ്റ്റമർ റിവ്യൂ ഉണ്ടല്ലോ, അതും കൂടെ ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പർ ഇട്ടേക്കാം, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം വേറെ കിടക്കാച്ച് ഇട്ടിട്ട് വരുന്നവരെ ബൈ ബൈ, സേ ബൈ.